സെക്രട്ടറിയാണ് ഇദ്ദേഹം. പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ. ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് PR രാജീവാണ്. അപ്പുറം ഇരിക്കുന്നത് KK രാജീവ്, ട്രസ്റ്റിന്റെ ട്രഷററാണ്. ട്രസ്റ്റിന്റെ മുൻ അധ്യക്ഷനും എക്സിക്യൂട്ടീവ് അംഗമാണ് അജയൻ ചേട്ടൻ. അപ്പോൾ നമ്മുടെ തിരുവുത്സവം ഈ വരുന്ന 9, 10, 11, 12 തീയതികളിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ 12-ാം തീയതിയാണ് അർദ്ധരാത്രി കലശം നിശ്ചയിച്ചിരിക്കുന്നത്, കർത്തവാവിൻ്റെ അന്ന്. അപ്പോൾ അതിലേക്ക് ആയിട്ടുള്ള വാർത്താ സമ്മേളനം നമ്മൾ നടത്തുന്നത് തുറവങ്കര പുളിയാമ്പള്ളി നമ്പൂരിച്ച് നടയിലെ തിരുവുത്സവവും അർദ്ധരാത്രി കലശവും ഓഗസ്റ്റ് 9, 10, 11, 12 തീയതികളിലായി വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. കേരളത്തിലെ അനേകായിരം കുടുംബങ്ങൾ കുടുംബ പരദേവനായി വച്ചാരാധിക്കുന്ന മന്ത്രമൂർത്തിയാണ് പുളിയാമ്പള്ളി നമ്പൂരിച്ച്. പണ്ടുകാലം മുതലേ കുടുംബങ്ങളിൽ പുളിയാമ്പള്ളി നമ്പൂരിയച്ഛൻ്റെ വച്ചാരാധന വളരെ വിപുലമായി നിലനിന്നിരുന്നു. ആ പുളിയാമ്പള്ളി നമ്പൂരിയച്ഛൻ്റെ എല്ലാം മൂലസ്ഥാന ക്ഷേത്രമായി കരുതപ്പെടുന്നത് തുറവങ്കര പുളിയാമ്പള്ളി നമ്പൂരിയച്ഛൻ നടയാണ്. നമ്പൂരിയച്ഛൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. നമ്പൂരിയച്ഛൻ്റെ ഉപാസനാ ബലത്തിലും സിദ്ധികളിലുമെല്ലാം സംശയം പ്രകടിപ്പിച്ച നാട്ടുപ്രമാണിമാരുടെയും മഹാരാജാവിൻ്റെയും മുന്നിൽ നമ്പൂരിയച്ഛൻ തൻ്റെ ഭഗവതിയുടെ സാന്നിധ്യവും തൻ്റെ ഉപാസനാ ബലവും ആ കറുത്തവാവ് ദിവസത്തെ അർദ്ധരാത്രി മാനത്ത് നിലാവ് തെളിയിച്ച് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. ആ ദിവസമാണ് ഈ ക്ഷേത്ര സങ്കേതത്തിലെ തിരുവുത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. 4 ദിവസമായിട്ടാണ് ആ പരിപാടികൾ നടക്കുന്നത്. ആദ്യ ദിവസമായ ആഗസ്റ്റ് 9-ാം തീയതി രാവിലെ 5:30 പിരാരൂർ താന്നിപ്പള്ളി മന ജയശങ്കർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടക്കും. തുടർന്ന് നിത്യേനയുള്ള ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 6:30 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം തൃക്കാക്കര രാജേഷ് രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം നടക്കും. 7 മണിക്ക് വിവിധ കലാപരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നാട്ടരങ്ങ് നടക്കും. 2-ാം ദിവസമായ ആഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് ദീപാരാധന. തുടർന്ന് കാലടി ശൃംഗേരി മഠത്തിലെ വേദാചാര്യനായ KV സുധാകര ഭട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജ നടക്കും. തുടർന്ന് കാഞ്ഞൂർ ആദിപരാശക്തി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി നടക്കും. 3-ാം ദിവസമായ ആഗസ്റ്റ് 11-ാം തീയതി വൈകുന്നേരം 6:30 പതിവ് പോലെ ദീപാരാധനയും തുടർന്ന് സ്വരലയ കലാസമിതി ആട്ടക്കളം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ചെമ്പട്ട്, ആ നാടൻപാട്ട് അന്ന് നടക്കും. പ്രധാന ദിവസമായ ആഗസ്റ്റ് 12-ാം തീയതി കറുത്തവാവിന്റെ അന്ന് രാവിലെ വെളുപ്പിന് 5:30 108 നാളികേരത്തിന്റെ അഭിഷേകം, ഭഗവതി സേവ, രക്ഷസിനും സർപ്പത്തിനും പത്മവിട്ട് നേദ്യം, അത്തരത്തിലുള്ള ഉത്സവ ചടങ്ങുകളെല്ലാം രാവിലെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ വെമ്പിളിയത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ തന്ത്രി പ്രമുഖന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് അഖില ഭാരത നാരായണീയ പ്രചാര സഭ ആചാര്യ ജ്യോതി K നായരുടെ മുഖ്യ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടക്കും. വൈകിട്ട് 5 മണിക്ക് എഴിപ്പുറം കണ്ണൻ ആൻഡ് പാർട്ടിയുടെ പാണ്ടിമേളം നടക്കും. 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം. സാംസ്കാരിക സമ്മേളനത്തിൽ സുപ്രസിദ്ധ ചലച്ചിത്ര താരം അഞ്ജലി നായർ ഉദ്ഘാടനം നിർവഹിക്കും. സിനിമ സീരിയൽ താരം ശരത് ദാസ് ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കും. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള പ്രതിഭാശാലികളെ ആ സദസ്സിൽ അനുമോദനം നടത്തും. ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് SSLC+2 അവാർഡ് ദാനം നടത്തും. തുടർന്ന് ആതിര D നായരുടെ ആദിരാഗം
ശാസ്ത്രീയ സംഗീതം ഒരു കച്ചേരി നിശ്ചയിച്ചിട്ടുണ്ട്. 9 മണി മുതലാണ് ഈ ഉത്സവത്തിന്റെ പ്രധാനമായിട്ടുള്ള ചടങ്ങായിട്ടുള്ള അർദ്ധരാത്രി കലശം ആരംഭിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ അർദ്ധരാത്രി കലശത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്ര സങ്കേതത്തിൽ അന്നേ ദിവസം എത്തുന്നത്. ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി അന്നദാനമടക്കം വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുകയാണ്. അച്ഛനെ കുറിച്ച് നമ്മൾ അറിയുന്നത് കൊട്ടാരത്തിൽ ശങ്കരനിയുടെ ഐതിഹ്യമാലയിലൂടെയാണ്. അങ്ങനെ വ്യക്തമായ ഒരു ചരിത്രവും ഐതിഹ്യവും പുളിയാമ്പള്ളി നമ്പൂതിരിയച്ഛൻ നടക്കുന്നുണ്ട്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് നിന്ന് പുളിയാമ്പള്ളി നമ്പൂതിരിയച്ഛൻ ഇവിടെ എത്തുകയും ഇവിടെ ഒരു ക്ഷേത്ര സങ്കേതം ഉണ്ടാക്കുകയും ശാക്തേയ മാർഗത്തിലുള്ള പൂജയിലൂടെ ഭദ്രകാളിയെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തി ആ ദേവതാ സങ്കല്പത്തിൽ ഭദ്രകാളിയിൽ തന്നെ അദ്ദേഹം ലയിച്ചു ചേരുകയാണ് ഉണ്ടായത്. നമ്മുടെ മധ്യ തിരുവിതാംകൂർ, അതോടെ കോട്ടയം, ഇടുക്കി, അതുപോലെ കണ്ണൂര്, കോഴിക്കോട്, അങ്ങനെ കേരളത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും പുളിയാമ്പള്ളി നമ്പൂതിരിയച്ഛന് ഭക്തരുണ്ട്. അങ്ങനെ ഭക്തജനങ്ങൾ എല്ലാവരും അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരും. അന്ന് അർദ്ധരാത്രി കലശത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. നിത്യേനയുള്ള കലശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസം ഭഗവാനെ ഈ കലശം നടത്തുന്നവർക്ക് കൂടുതൽ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ കരുണയും കടാക്ഷവും ഉണ്ടാകുന്നു എന്നതാണ് നമ്മുടെ ഐതിഹ്യം.